കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി 9 തരം വെറൈറ്റി ഇഡ്ഡലിയാണെന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റാഗി, ഇതാണ് റാഗി കഴുകി നല്ല വൃത്തിയിൽ കഴുകി പൊടിച്ച് റാഗി പൊടി കൊണ്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു തരം ഇഡ്ഡലി, പിന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് വെച്ചിട്ടൊരു ഇഡ്ഡലി, പിന്നെ പഴം ഉടച്ച് ചേർത്തിട്ടും ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പച്ച ചീരയില അത് വെച്ചിട്ട് നമ്മളൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബെല്ലം നല്ല അയൺ കണ്ടൻറ്റ് ഉള്ളതാണ്, അത് വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ബീട്രൂട്ട് തോല് കളഞ്ഞ് നന്നാക്കി ചെറുതായി ഗ്രേറ്റ് ചെയ്ത് ഒരു ഇഡ്ഡലി തയ്യാറാക്കാം. ഇത് ഗ്രേറ്റ് ചെയ്ത് ചെറിയൊരു പോർഷൻ മതി. അത് ഇഡ്ഡലി മാവിലിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് വേണം ആദ്യം ഇഡ്ഡലി മാവ് തയ്യാറാക്കാനായിട്ട്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലോണം കൂടണ ഒരു വെജിറ്റബിളാണിത്. ബീട്രൂട്ട് ആദ്യം നമുക്ക് തോട് കളഞ്ഞ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ട് ഇഡ്ഡലി മാവിൽ ചേർക്കാം. ഇങ്ങനെ ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് ഒരു ഇഡ്ഡലിക്കുള്ളത് മതി. കുഞ്ഞു കുട്ടികളൊക്കെ ഒരു ഇഡ്ഡലിക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുള്ളൂ. അപ്പോൾ ഒരു ഇഡ്ഡലിക്ക് ഇത് ചെറിയൊരു പോർഷൻ, ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇത് നല്ലോണം വൃത്തിയിൽ നമുക്ക് കഴുകാം. നല്ലോണം വൃത്തിയിൽ തോട് കളഞ്ഞ് നല്ല നീറ്റായിട്ട് കഴുകണം. കഴുകിയിട്ട് വേണം കുട്ടികൾക്ക് തയ്യാറാക്കുമ്പോൾ. നല്ല വെണ്ണം വൃത്തിയിൽ കഴുകണം. കണ്ട ബീട്രൂട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വൃത്തിയിലായിട്ടുണ്ട്. ഇനി ഇത് കഴുകി നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മതി ഗ്രേറ്റ് ചെയ്തത്. നമുക്ക് ബീട്രൂട്ട് നല്ലോണം കഴുകാം. കഴുകിയതിന് ശേഷം ഇത് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നൈസ് പോർഷനിൽ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നൈസിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യണം. ആവിയിൽ തന്നെ നമ്മളിത് വെന്തോളും. ഇഡ്ഡലി വേവണോട് കൂടിയിട്ട് തന്നെ ഇപ്പം ഈ ഗ്രേറ്റ് ചെയ്തത് വെന്തോളും. ഇങ്ങനെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്യണം. ഇതിലേക്ക് സ്പൂൺ മാവ് ചേർക്കാം. പിന്നെ ഒരു ഇഡ്ഡലിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇത് നല്ലോണം ഇളക്കി വയ്ക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇത് കോരി വീത്താന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് ഇഡ്ഡലി ശരിയാവും. അപ്പോൾ കുട്ടികൾക്ക് നല്ലോണം നിറം വയ്ക്കാനും പിന്നെ രക്തോട്ടത്തിനൊക്കെ ഇത് നല്ലതാണ്. എല്ലാ ഇഡ്ഡലി മാവും കൂടി ചേർത്ത് നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ആദ്യം മാവുകൾ നമുക്ക് തയ്യാറാക്കി വെക്കാം. ആദ്യം ബീട്രൂട്ടിൻ്റെ ഇഡ്ഡലി മാവ് തയ്യാറാക്കിയിട്ട് ഇനി നമുക്ക് ക്യാരറ്റ് കൊണ്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് നല്ലവണ്ണം വൃത്തിയാക്കണം. ഇതൊക്കെ നല്ല വെജിറ്റബിൾസാണ്. കണ്ണിനും ത്വക്കിനൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക്. ഇത് ക്യാരറ്റ് ഫ്രഷായി കഴിക്കുന്നേക്കാൾ നല്ലത് ഒന്ന് ആവിയിൽ വേവിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇത് നല്ലോണം ചെറുതായി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം വിറ്റാമിൻ കിട്ടും. ആ ഇഡ്ഡലി കഴിക്കുന്നതോടുകൂടി ക്യാരറ്റിൻ്റെ വിറ്റാമിൻ കൂടി ലഭിക്കും. ഇത് നല്ലോണം കഴുകാം. ചെറിയൊരു പീസ് മതി, ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റിൻ്റെ ഇത് ഗ്രേറ്റ് ചെയ്തത് കിട്ടിയാൽ മതി. നല്ലോണം കഴുകി നമുക്ക് ബീട്രൂട്ട് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ചെറുതിൽ ഗ്രേറ്റ് ചെയ്യാം.
ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഡ്ഡലി മാവ് ചേർക്കാം. നല്ലോണം ഇളക്കി ഒരു നുള്ളുപ്പും ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇഡ്ഡലിക്കുള്ളത് തയ്യാറായിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചീരയില കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. അതിന് വേണ്ടി ചീര എടുത്ത് നന്നായി കഴുകിയ ചീരലിനത് ഇതെടുത്ത് നമുക്ക് ചെറുതാക്കി നുറുക്കാം. വളരെ നൈസായിട്ട് നുറുക്കാം. ഗ്രേറ്റ് ചെയ്യണ പോലെ വളരെ ചെറുതാക്കി നുറുക്കി. ചീരയുടെ ഇലയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. ചീരയിൽ നല്ലോണം അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് നല്ല ഉന്മേഷം കിട്ടുന്നതാണ് ചീരയുടെ ഇല ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ. ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോളിക് ആസിഡ് നല്ലോണം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് ഇഡ്ഡലി മാവും കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്ക് ഇഡ്ഡലി മാവ് തയ്യാറാക്കാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ്. വിറ്റാമിൻ എ, ഇരുമ്പ് ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീരയുടെ ഇല കൊണ്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് വേവിക്കാം. ഇനി നമുക്ക് വെല്ലം നല്ലോണം ചെറുതാക്കി ചീവിയിട്ട് ഇഡ്ഡലിക്ക് വേണ്ടി ശരിയാക്കാം. അങ്ങനെ നല്ലോണം നൈസായിട്ട് ചീങ്ങി ഇഡ്ഡലി മാവ് ചേർക്കാം. ഇതൊരു മധുരരസം കൂടി ഉള്ള കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചേർക്കേണ്ട ആവശ്യമില്ല. അത് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ചും കൂടി വെല്ലം ചേർക്കാം നമുക്ക്, അതിൻ്റെ കളറ് കറക്റ്റ് കിട്ടാനായിട്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെല്ലം മാത്രം ചേർത്താൽ മതി. ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ് വെല്ലം. ഇത് റാഗി നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചതാണ് ഈ റാഗിപ്പൊടി. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കഴുകി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. ഇതാണ് റാഗി. എന്നിട്ട് ഇതിൽ നിന്ന് 2 സ്പൂൺ പൊടിയെടുത്ത് കുറച്ച് ഇഡ്ഡലി മാവും ഒരു നുള്ളുപ്പും ചേർത്ത് ഇളക്കി ചേർക്കാം. അപ്പം നമ്മുടെ റാഗി കുട്ടികൾക്ക് നമ്മൾ സാധാരണ കുറുക്കി കൊടുക്കുന്നത് തന്നെയാണ്. വളരെയധികം രക്തം കൂടാനൊക്കെ സഹായിക്കുന്നതാണ്. ദഹനശക്തിക്ക് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഡിഷാണ് റാഗിപ്പൊടി കൊണ്ടുള്ളത്. സാധാരണ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതാണ്. റാഗിപ്പൊടി കൊണ്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറായിട്ടുണ്ട്. ഗ്രീൻപീസ് തലേദിവസം രാത്രി വെള്ളത്തിയിട്ട് വെച്ചതിന് നല്ലോണം കുതിർന്നുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം. നൈസായിട്ട് അരച്ചെടുക്കാം.
പീസ് നല്ലോണം രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നതാണ്. നല്ലോണം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്പൂൺ ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് പിന്നെ നമുക്ക് ഇഡ്ഡലി മാവ് ചേർക്കാം. നല്ലോണം ഇളക്കാം. പ്രോട്ടീൻ, ഫൈബേഴ്സ് എന്ന മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഈ ഗ്രീൻ പീസിൽ അടങ്ങിയിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡൊക്കെ ഗ്രീൻ പീസ് നല്ലോണം അടങ്ങിയിരിക്കുന്നതാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. ആദ്യം അതിന് വേണ്ടി തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങിൽ നല്ലോണം കലോറി അടങ്ങിയിട്ടുണ്ട്. ഹൈലി പ്രോട്ടീനാണ്. കാർബോഹൈഡ്രേറ്റ്സും നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം തൂക്കം വയ്ക്കാനും തടി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. വലിയ കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് കൊടുത്താൽ വളരെ ഗുണം കിട്ടും. നല്ലോണം കഴുകാം. നമുക്ക് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്ക് മാവ് ചേർക്കാം. കുറച്ച് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഒരു ബൗളിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിന് വേവിക്കാം. ഇനി നമുക്ക് ഈ ബനാന കൊണ്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറാക്കാം. ചെറിയൊരു പോർഷൻ എടുത്ത് ചെറുതാക്കി നുറുക്കിടാം. നല്ലോണം പഴുത്ത ബനാനയായി നമുക്ക് ഫോർക്ക് കൊണ്ട് തന്നെ ഉടച്ച് ചേർക്കാം. ബനാന കഴിക്കുന്നതോടുകൂടി നല്ല ഉന്മേഷം ലഭിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഉന്മേഷം കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. പഴം നല്ലോണം ഉടച്ച് ചേർക്കണം. നുള്ളുപ്പ് ചേർക്കാം. ഇഡ്ഡലി മാവും ചേർക്കാം. നല്ലോണം ഇളക്കാം. നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലെയിൻ ഇഡ്ഡലി മാവ്. പിന്നെ ഇത് ഗ്രീൻ പീസിൻ്റെ ഇഡ്ഡലി മാവ്. ഇത് ചീരയുടെ ഇലയായിട്ടുള്ള മാവ്. ഇത് ക്യാരറ്റ്. ഇത് ബീട്രൂട്ട്. ഇത് ബെല്ലം ജാഗറിയുടെ. പിന്നെ ഇത് ബനാനയുടെ. ഇത് റാഗി പൗഡർ വെച്ചിട്ടുള്ളത്. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രം ആവിക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്ത് നെയ്യെടുത്ത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ തൂവാം. നമുക്ക് ഓരോന്നായിട്ട് ഒഴിക്കാം. ആദ്യം നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഇഡ്ഡലി മാവ് ഒഴിക്കാം. ഇത് വെള്ളം കൂടിയുള്ളതാണ്.
പഴം ചേർത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ട്, ക്യാരറ്റ് കൊണ്ടുള്ള മാവ്, ചീരയില കൊണ്ടുള്ളത്, ഗ്രീൻ പീസ്, അടുത്ത തട്ടെടുത്ത് നെയ്യ് പുരട്ടാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത്, പിന്നെ റാഗി പൊടി കൊണ്ടുള്ളത്, ഓക്കെ അല്ലാതായിട്ട്. പത്ത് മിനിറ്റ് ഹൈയിലിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്ലോയിലാക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വീർത്ത് നല്ല പാകമായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം എടുക്കാം. കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒക്കെ ചെറുതാക്കി നുറുക്കി സാമ്പാറും കൂട്ടി ഇളക്കി കുട്ടികൾക്ക് കൊടുക്കാം. സാമ്പാറും കൂടി കൂട്ടി ഇളക്കി കൊടുക്കാം. ചില കുട്ടികൾക്ക് പാലാവും ഇഷ്ടം, അപ്പം നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. ഇത് പ്ലെയിൻ ഇഡ്ഡലിയാണ്. ഇത് നമുക്ക് കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കഷ്ണമാക്കിയിട്ടോ വല്ലാണ്ട് നൈസാക്കിയിട്ടോ നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് കടിക്കാൻ ഒരു ഇഷ്ടം, ചിലപ്പോൾ തീരെ ചെറുതാക്കി ഇങ്ങനെ നൈസായിട്ട് കൊടുക്കാം. ഇതിലേക്ക് പാല് ചേർത്തിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ തൈരോ കുട്ടികൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാല് ചേർത്ത് ഇത് കാച്ചിയ പാലിന് ചൂട്ടോടെ തന്നെ ചേർക്കാം. വേണമെന്ന് വെച്ചാൽ കുറച്ച് പനക്കൽക്കണ്ടത്തിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ കൊടുത്താലും മതി. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് കുതിരും. അത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ അത് നല്ലോണം കുതിർന്ന് നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.